Good morning. ഞാനൊരു ഗുഡ് മോർണിംഗ് കൊണ്ട് റെസ്പോൺസ് ഉള്ളൂ ചാറ്റ് ബോക്സ് ആണെങ്കിലും ടുഡേ ഗുഡ് മോർണിംഗ് ഓരോരുത്തരെ വിളിക്കണം. ഗുഡ് മോർണിംഗ് സാർ. അതാണ് ഗുഡ് മോർണിംഗ്. അറിയാം, ഇന്ന് രാവിലെ നല്ല ഉറക്കമൊക്കെ ആയിരിക്കട്ടെ, തണുപ്പൊക്കെ ആയതുകൊണ്ട്. അറിയാ സാഹി ഗുഡ് മോർണിംഗ്. ശരി, ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ ലെഫ്റ്റായി. ഫാത്തിമ എം ഗുഡ് മോർണിംഗ്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ? ഓക്കെ. പക്ഷെ എന്ത് പറഞ്ഞാലും ചാറ്റ് ബോക്സിലിടല്ലേ? ശരി, ചാറ്റ് ബോക്സിൽ ഇടാൻ പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാം ചാറ്റ് ബോക്സിലായ നിങ്ങൾ ഡയറക്റ്റ് ഒരു കാര്യം ചോദിച്ചു കഴിയുമ്പം അതിന് ഡയറക്റ്റ് ഉത്തരം പറയാം. യാദേശ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഐശ്വര്യ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. റിയ ഫാത്തിമ. റിയ ഫാത്തിമ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുരാഗ് പ്രസന്റ്. അറ്റൻഡൻസ് എടുത്തതല്ല. സോ 27 ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നന്ദസ്വരൂപ് എന്താണ് ശബ്ദം കേട്ടെ? എന്താ പറഞ്ഞ? അശ്വന്ത് എന്താ ഐ ഡി മാറ്റി? ഗെയിമിംഗ് ഐ ഡി മാറ്റി, ഒറിജിനൽ ഐ ഡി വന്നു. അശ്വന്ത് എന്താണ് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടോ? പലരും ലെഫ്റ്റ് ആയി കളിക്കുന്നുണ്ട്. എന്താ പ്രശ്നം? എന്താ അശ്വന്ത്? ഞാൻ ചോദിച്ച കേട്ടില്ല. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓഡിയോ ക്ലിയർ ആണോ? അശ്വന്ത് മൈക്കിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അശ്വന്ത് അനീഷ് എന്തെങ്കിലും. സോ നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഇപ്പം ഇന്ന് തന്നെ ഫിസിക്സിന്റെ ഒരു അവറും കൂടി ഉണ്ടല്ലോ. ഫോർത്ത് മൊഡ്യൂളിന്റെ കുറച്ച് പ്രോബ്ലംസും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പ്രോബ്ലംസും ഉണ്ട്, പിന്നെ സോണാർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും കുറച്ച് ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് ഫിഫ്ത്ത് മൊഡ്യൂളിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ പേജ് നമ്പർ 225 ലിൻവേസിൽ അപ്ഡേറ്റ് ചെയ്ത നോട്ടാണെങ്കിൽ യു ക്യാൻ ഫോളോ ദാറ്റ്. സോ ദ നെയിം ഓഫ് അവർ മൊഡ്യൂൾ ഈസ്, സോ അതിനു മുമ്പ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് സോണാർ? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് സോണാർ? അഭിനവ്, സോണാറിന്റെ ഫുൾ ഫോം. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് സോണാർ? കേട്ടില്ല, ഒന്നുകൂടെ പറ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് സോണാർ? എനിക്ക് കേൾക്കുന്നില്ല. വേറെ ആരും പറയും. അമേഗ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് സോണാർ? അമേഗ.
Omega, what is the full form of sonar? എൻ്റെ സൗണ്ട് കട്ടാവുന്നുണ്ടോ? ക്വസ്റ്റ്യൻ, എൻ്റെ സൗണ്ട് കട്ടാവുന്നുണ്ടോ? ഹലോ, ഓക്കെ. സോ അമേഗയ്ക്ക് കേൾക്കാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. ഓക്കെ, അമേഗ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നേ പറഞ്ഞിട്ടുണ്ട്, വെറുതെ പിന്നെയും പറയിപ്പിക്കരുത്. സോ ആഷ്ന, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് സോണാർ? Sound navigation and ranging. Okay, that's it. Shahbaza, what is the full form of NDT? Muhammad Shahbaz, what is the full form of NDT? What is the full form of NDT? പറയുന്നില്ല, കേൾക്കുന്നില്ല. Ria Fatima, what is the full form of NDT? അറിയില്ല. അറിയില്ലെങ്കിൽ 25 പ്രാവശ്യം എനിക്ക് ഇന്ന് അയച്ചു തന്നാൽ മതി, ഇമ്പോസിഷൻ എഴുതിയിട്ട്. നെക്സ്റ്റ് വൺ. Ashwant, what is the full form of NDT? Ashwant, what is the full form of NDT? അശ്വന്തിന് എന്താ മൈക്കിന് എന്താ പ്രശ്നം? അല്ലെങ്കിൽ മൈക്കില്ലെങ്കിൽ ഇത് ഇവിടെ ചാറ്റ് ബോക്സിൽ ഇട്ടോ. NDT, what is the full form? ഓക്കെ, എന്നാൽ അശ്വന്ത് എഴുതിക്കോ 25 പ്രാവശ്യം. വാട്ട് ഈസ് NDT? അഭിനവേ, നിന്നോട് ഞാൻ ചോദിച്ച നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ആണ് NDT. ഓക്കെ, സോ അശ്വന്ത് ആൻഡ് റിയ ഫാത്തിമ, നിങ്ങൾ ഈ പറഞ്ഞ NDTയുടെ ഫുൾ ഫോം 25 പ്രാവശ്യം എഴുതാതെ നിങ്ങൾക്ക് അറ്റൻഡൻസ് തരുന്ന കാര്യമില്ല. സോ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്കിത് എഴുതി കാണിക്കണം. സോ നെക്സ്റ്റ് തിങ്, നമ്മുടെ അടുത്ത മൊഡ്യൂൾ 5 ഈസ് ലേസർ, ഹോളോഗ്രഫി ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്. നമ്മുടെ മൊഡ്യൂൾ 5 3 പാർട്ടാണ്, അല്ലെങ്കിൽ 2 പാർട്ടാണെന്ന് പറയാൻ പറ്റും. ഫസ്റ്റ് പാർട്ട് ഈസ് ലേസർ ആൻഡ് holography and second part is fiber optics. So first part of our module 5 is laser and holography. So first question, what is the full form of laser? What is the full form of laser? അറിയുമെങ്കിൽ വോയിസ് ഓൺ ആക്കി പറയുക, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ നെറ്റിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ വോയിസ് ഓൺ ആക്കി പറയുക, അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇവൻ ഇനി അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക. ലേസറിന്റെ ഫുൾ ഫോം ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ലേസർ? What is the full form of laser? ആശംസ ഉണ്ടോ ക്ലാസ്സിൽ? സാറേ ഉണ്ട്. എന്താ ലേസറിന്റെ ഫുൾ ഫോം എന്താ? സാർ, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ ദ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അത്രേ ഉള്ളൂ, പറയാനുള്ള ബുദ്ധിമുട്ട്. So laser, the full form of laser or the laser is the acronym of light amplification by stimulated emission of radiation. ലേസർ എന്ന് പറയുന്നത് എന്തിന്റെ ഷോർട്ട് ഫോം ആണ്? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. സോ ഇനി മൊഡ്യൂളിൽ എപ്പോഴും ലേസറിന്റെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ അറിഞ്ഞിരിക്കണം, കാരണം ജനറൽ നോളജ് ആണ്, ചെറുപ്പം മുതൽ പഠിക്കുന്ന ഫുൾ ഫോം ആണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ലേസർ? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. സോ ഈ ഫുൾ ഫോമിൽ തന്നെ എന്താണ് ലേസർ എന്ന് കുറച്ചൊക്കെ നമുക്കറിയാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ, സെക്കൻഡ് വൺ ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. വി ഓൾറെഡി നോ ദാറ്റ് ലൈറ്റ് ഈസ് എ റേഡിയേഷൻ. ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയേഷൻ ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് ലൈറ്റ്. സോ
laser or the state of laser is accompanied by or it is achieved by this stimulated emission of radiation. So നിങ്ങൾ പഠിക്കും കുറച്ച് കഴിഞ്ഞ് എന്താണ് stimulated emission എന്ന് പഠിക്കും. So don't bother about it. Now ഈ full form അറിഞ്ഞിരിക്കണം. What is the full form of laser? Light amplification by stimulated emission of radiation. Now laser it was an invention which revolutionized the field of engineering. എഞ്ചിനീയറിംഗ് എന്ന ഫീൽഡിനെ തന്നെ റെവല്യൂഷനൈസ് ചെയ്ത ഒരു ഇൻവെൻഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഡിസ്കവറി ആയിരുന്നു, അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ ആയിരുന്നു ലേസർ എന്ന് പറയാൻ പറ്റും. വൈ? ബിക്കോസ് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് എഞ്ചിനീയറിംഗ് ഫീൽഡിലും ലേസറിന് എന്തെങ്കിലുമൊക്കെ അപ്ലിക്കേഷൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ലേസർ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഓർ ദി വൺ ഓഫ് എസെൻഷ്യൽ ടൂൾസ് ഇൻ ദ ഹോൾ എഞ്ചിനീയറിംഗ് ഫീൽഡ്. എല്ലാ എഞ്ചിനീയറിംഗ് ഫീൽഡിലും ലേസറിന്, അല്ലെങ്കിൽ ഈവൻ ഇലക്ട്രോണിക്സ്, മെക്കാനിക്സ്, ഏത് ഫീൽഡിലായാലും ലേസറിന് അതിൻ്റെതായ അപ്ലിക്കേഷൻസ് ഉണ്ട്. സോ നമുക്കിത് പറയാൻ പറ്റും laser, it was one of the inventions which revolutionized the field of engineering. And laser, the first laser was fabricated by Theodore H. Maiman. So നിങ്ങൾക്ക് the general knowledge അറിയുന്നതായിരിക്കും. Laser was invented by, or the first laser was fabricated by Theodore H. Maiman. And what is a laser? So the question, so laser ന്റെ full form പറഞ്ഞു, ലേസറിന്റെ what is the range of laser, അല്ലെങ്കിൽ ലേസറിന്റെ ആപ്ലിക്കേഷൻ ലെവൽ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ലേസർ കണ്ടുപിടിച്ച ആരാണെന്ന് പറഞ്ഞു. Now what is a laser? എന്താണ് ലേസർ? Laser is a powerful light device to produce intense, monochromatic, coherent and unidirectional bright light. So what is a laser? So അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ലേസർ എന്ന മൊഡ്യൂൾ പഠിച്ചു, പക്ഷെ എന്താണ് ലേസർ എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ ബേസിക് ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല. സോ ഇത് ഇമ്പോർട്ടൻ്റ്. വാട്ട് ഈസ് എ ലേസർ? ഇറ്റ് ഈസ് എ പവർഫുൾ ഡിവൈസ്. It is അല്ലെങ്കിൽ specific, if we are defining it specifically, we can say laser is a powerful device which produce intense, monochromatic, coherent and unidirectional bright light. So സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് ലേസർ. എങ്ങനെയുള്ള ലൈറ്റ്? വാട്ട് ഈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് ലൈറ്റ്? ഇന്റൻസ്, മോണോക്രോമാറ്റിക്, കൊഹറന്റ് ആൻഡ് യൂണിഡയറക്ഷണൽ. സോ ഇത്രയും സ്പെസിഫിക്കേഷൻസ് ഉള്ള, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് എക്യുപ്മെന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഒരു ബൾബ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഇനി ഒരു സോഡിയം വേപ്പർ ലാമ്പ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ബട്ട് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ലേസർ? ഇറ്റ് പ്രൊഡ്യൂസസ് ലൈറ്റ് വിച്ച് ഈസ് ഇന്റൻസ്, മോണോക്രോമാറ്റിക്, coherent and unidirectional. So what do you mean by this intense, monochromatic, coherent and unidirectional? ഈ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥം എന്താണ്? What do you mean by that? അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. What are the main properties of laser? What are the important and main properties of the laser? So first one is directionality. So what do you mean by directionality? Direction എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ നമുക്കറിയാം, ഇഫ് വി ലൈറ്റ് അപ്പ് എ ബൾബ്, കൺവെൻഷണൽ ഇൻകാൻഡസെന്റ് ബൾബ് ലൈറ്റ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് എങ്ങോട്ടാണ്? ലൈറ്റിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ലൈറ്റ് ഇറ്റ് വിൽ പ്രോപ്പഗേറ്റ് ഓൾ അറൌണ്ട് ദാറ്റ് ബൾബ്. ആ ഒരു ബൾബിന്റെ ചുറ്റും എല്ലാ ഡയറക്ഷനിലും ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യും. ബട്ട് വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലേസർ? A laser light is highly directional as compared to light from conventional sources like bulb and sodium lamp. That means ബാക്കി കൺവെൻഷണൽ ലൈറ്റ് സോഴ്സസ് ആയിട്ടുള്ള സോഡിയം വേപ്പർ ലാമ്പ്, ഇനി അല്ലെങ്കിൽ മെർക്കുറി വേപ്പർ ലാമ്പ്, ഇൻകാൻഡസെന്റ് ബൾബ്, ഇതിന്റെയൊക്കെ ലൈറ്റിന്റെ ഡയറക്ഷൻ എല്ലാ ഡയറക്ഷനിലേക്കും ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ലേസർ, നിങ്ങൾ നിങ്ങളുടെ ലാബിൽ ലേസർ യൂസ് ചെയ്ത് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് 2 എന്ന എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ലേസർ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. ലേസർ എന്താണെന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സോ ലേസറിന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് ഡയറക്ഷനാലിറ്റി. ലേസറിന്റെ the ray of laser or the light propagation of laser ഒറ്റ ഡയറക്ഷൻ ആയിരിക്കും ലേസറിന്റെ റേ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ദ പോയിന്റ്. ലേസർ ഹാവ് എ പ്രിസൈസ് ഡയറക്ഷനാലിറ്റി ആൻഡ് ഇറ്റ് ഡൈവേർജസ് ബൈ എ ലിറ്റിൽ എമൗണ്ട് ഡ്യൂ ടു ഡിഫ്രാക്ഷൻ. അതായത് എയറിൽ കൂടിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഒരു മീഡിയത്തിലെ സ്പേസിൽ കൂടിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസുമായിട്ട് ചെറിയ പൊള്യൂഷൻസ് വരും, അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ സംഭവിക്കും. സോ ചെറിയൊരു ഡൈവേർഷൻ അതിന്റെ പാത്തിൽ സംഭവിക്കാം. എങ്കിൽ പോലും വി ക്യാൻ സേ laser light is, or a laser beam is highly directional. And second point is monochromaticity. So what is monochromaticity? So ഒരു ലൈറ്റ് മോണോക്രോമാറ്റിക് ആണ്, അല്ലെങ്കിൽ രണ്ട് ലൈറ്റ് സോഴ്സ് മോണോക്രോമാറ്റിക് ആണെന്ന് പറയണമെങ്കിൽ
That means all the light waves emerging from that light source should have same wavelength. ഉദാഹരണത്തിന് ഒരു നിങ്ങൾ യൂസ് ചെയ്യുന്ന ന്യൂട്ടൺസ് റിംഗ് അല്ലെങ്കിൽ എയർ വെഡ്ജ് എക്സ്പെരിമെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഡിയം വേപ്പർ ലാമ്പ് അത് മോണോക്രോമാറ്റിക് ആണെന്ന് പറയണമെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ? അത് എല്ലാ ഡയറക്ഷനിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് വേവ്സ്. കാരണം ലൈറ്റ് ഈസ് എ ബഞ്ച് ഓഫ് വേവ്സ് എന്ന് പറയാൻ പറ്റും. ലൈറ്റ് ബീം ഈസ് എ ബഞ്ച് ഓഫ് ലൈറ്റ് വേവ്സ് അല്ലെങ്കിൽ വേവ്ലെറ്റ്സ് എന്ന് പറയാൻ പറ്റും. സോ അതിന്റെ ഏത് പൊസിഷനിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് വേവ്സിന്റെ വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി ഷുഡ് ബി സെയിം. അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും that light is monochromatic. And this laser or this equipment have a higher range of monochromaticity. ഈ ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ലൈറ്റ് വേവ്സും എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ഹാവ് അപ്രോക്സിമേറ്റ്ലി സെയിം ഫ്രീക്വൻസി. അതായത് നിങ്ങൾ ലേസർ കണ്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ അടുത്ത പ്രാവശ്യം ലാബിൽ വരുമ്പം നമ്മുടെ ഹീലിയം നിയോൺ ലേസർ കാണിച്ചു തരും. അല്ലെങ്കിൽ നിങ്ങൾ പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് ടു എന്ന എക്സ്പെരിമെന്റ് ചെയ്തപ്പം നിങ്ങൾ സാധാരണ സെമി കണ്ടക്ടർ ലേസറാണ് യൂസ് ചെയ്തത്. സോ ആ ലേസറിനൊക്കെ നിങ്ങൾക്ക് എന്താ, ലേസറിന്റെ കളർ എന്തായിരുന്നു? വാട്ട് ഈസ് ദ കളർ ഓഫ് ലൈറ്റ് ഫ്രം ലേസർ? റെഡ് കളർ ആയിരുന്നു. നിങ്ങൾ റെഡേ കണ്ടിട്ടുള്ളൂ, വേറൊരു കളറും കണ്ടിട്ടില്ല. ദാറ്റ് മീൻസ് ഓൾ ദി ലൈറ്റ് എമർജിങ് ഫ്രം ദാറ്റ് എക്യുപ്മെന്റ് ഈസ് ഓഫ് സിംഗിൾ വേവ് ലെങ്ത്. സോ റെഡ് എന്ന് പറയുന്ന കളർ എന്ന് പറയുന്നത് കളർ ഈസ് ദ representation of frequency or wavelength. So we can say light is highly monochromatic. For normal light sources, the wavelength spread is from 100 to 1000 angstroms. അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു സാധാരണ കൺവെൻഷണൽ ലൈറ്റ് സോഴ്സസ്, ഇപ്പോൾ മെർക്കുറി വേപ്പർ ലാമ്പ് ആണെങ്കിൽ അതിനൊരു വേവ് ലെങ്ത് സ്പ്രെഡ് ഉണ്ടാവും. അതായത് സിംഗിൾ വേവ് ലെങ്ത് ആയിരിക്കില്ല അത് എമിറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇഫ് ദാറ്റ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അല്ലെങ്കിൽ ദാറ്റ് ഈസ് എമിറ്റിംഗ് യെല്ലോ ലൈറ്റ്, അത് യെല്ലോ ലൈറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ദാറ്റ് ഈസ് ഫ്രം 580 to some 590 നാനോമീറ്റേഴ്സ്. യെല്ലോ ലൈറ്റ് എന്ന് പറയുന്നത്, യെല്ലോ ആയിട്ട് കാണപ്പെടുന്ന ലൈറ്റിന്റെ വാട്ട് ഈസ് ദ റേഞ്ച്? 580 നാനോമീറ്റർ to 590 നാനോമീറ്റർ we can observe it as yellow. So the range or the wavelength spread is greater in conventional light source. But ലേസറിന്റെ കേസിൽ ഈ ഒരു wavelength spread, this wavelength spread is less than 10 angstrom. That means the uncertainty or the error in the wavelength or the frequency produced by this laser is very small, or we can say that is zero. So we can say, yeah, this source is monochromatic. And next property is coherence. So what do you mean by coherence? So രണ്ട് light sources coherent ആണെന്ന് പറയണമെങ്കിൽ what do you mean by that? Second module പഠിച്ചിട്ടുണ്ട്. So what do you mean by coherence? നിഹ രാജേഷ്, what do you mean? രണ്ട് light source coherent ആണെന്ന് പറയണമെങ്കിൽ what are the conditions? നിഹ ക്ലാസ്സിലുണ്ടോ? ഹലോ, അറിയില്ല. നന്ദന ടി വി, രണ്ട് ലൈറ്റ് സോഴ്സ് കൊഹറന്റ് ആണെന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? വേവ് ലെങ്ത് സെയിം ആയിരിക്കണം. ഓക്കെ, അതൊരു കണ്ടീഷൻ. പിന്നെ ഡയറക്ഷൻ. ഓക്കെ, വേവ് ലെങ്ത് സെയിം ആയിരിക്കണം. ആൻഡ് ഓൾസോ ആംപ്ലിറ്റ്യൂഡ് അപ്രോക്സിമേറ്റ്ലി സെയിം ആയിരിക്കണം. ആൻഡ് കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കണം. So all the light waves propagating from or originating from a laser is highly coherent. So ഒരു ലേസറിന്റെ പോയിന്ററിൽ നിന്നോ എമിറ്റ് ചെയ്യുന്ന എല്ലാ ലൈറ്റ് വേവ്സും എന്തായിരിക്കും? They are coherent. That means they are spatially and temporally coherent because the waves are in same phase and they have same wavelength and have same direction. So we can say they are coherent. So there is an important property of laser light or the light produced by laser, that is the property of coherence. And next one is high intensity. So idana one of the applicational level properties. Laser and what the light propagated or light produced by laser is of high intensity. That means the ordinary light sources emits lights in all directions, but the laser light emitted by a laser is unidirectional. So the laser beam is more intense than any other light sources. That is സാധാരണഗതിയിൽ if a bulb is producing light, ഒരു ബൾബ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. സോ എന്ത് ചെയ്യും? ലൈറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻസ്. സോ വി ക്യാൻ സേ ലൈറ്റ് എനർജി എന്ത് ചെയ്തു? ലൈറ്റ് എനർജി ഈസ് സ്പ്രെഡ്, or the radiation energy is spread in all direction.
ലൈറ്റ് എന്ന റേഡിയേഷൻ എനർജി എന്ത് ചെയ്തു, എല്ലാ ഡയറക്ഷനിലേക്ക് സ്പ്രെഡ് ചെയ്തു. ഓർ ദി വോളിയം ഇൻ വിച്ച് ദിസ് എനർജി സ്പ്രെഡ് ഈസ് ഹൈ. അല്ലെങ്കിൽ ലൈറ്റ് എനർജി, റേഡിയേഷൻ എനർജി സ്പ്രെഡ് ചെയ്ത വോളിയം വളരെ വലുതാണ്. സോ ഒരു സ്മോൾ വോളിയം എടുത്തു കഴിഞ്ഞാൽ the amount of light energy passing through that volume is very low. But ലേസറിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് യൂണിഡയറക്ഷണൽ. ഇതെന്താണ്, യൂണിഡയറക്ഷണലാണ്. സോ ദ ലൈറ്റ് എനർജി ഈസ് കോൺസെൻട്രേറ്റഡ് ഓർ ദി ഫോക്കസ്ഡ്. അല്ലെങ്കിൽ ലൈറ്റ് എനർജി എന്താണ്, യൂണിഡയറക്ഷണലാണ്, എല്ലായിടത്തേക്കും ഈ എനർജി സ്പ്രെഡ് ചെയ്ത് പോകുന്നില്ല. സോ വി ക്യാൻ സേ ദിസ് ലൈറ്റ് have a high intensity. So we can, compared to other conventional sources, we can say light energy is intense or more intense than any other light sources. And last point is the focusing and collimating property. That means we can focus the light of a laser beam and or collimate to a very small area. ഒരു ചെറിയ ഏരിയയിലേക്ക് ലൈറ്റ് എനർജി ഫോക്കസ് ചെയ്യാം. If this is the ഉദാഹരണത്തിനൊരു സാധാരണ കൺവെൻഷണൽ ടോർച്ച് എടുത്ത് നമ്മളൊരു സ്ക്രീനിലേക്ക് നമ്മൾ ഇൻസിഡന്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊരു ലൈറ്റ് ബീം കാണാൻ പറ്റും, ശരിയല്ലേ? സർക്കുലർ ബീം കാണാൻ പറ്റും. അതുപോലെ ലേസറാണ് ഇൻസിഡന്റ് ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു ഡോട്ട് കാണാൻ പറ്റും. ഈ ഡോട്ടിന്റെ സൈസ് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് കൊണ്ടുവരാം. വി ക്യാൻ ഡിക്രീസ് ദ സൈസ് ഓഫ് ദിസ് ഇൻസിഡന്റിങ് പാർട്ട്, ഓർ വി ക്യാൻ ഫോക്കസ് ഓർ കൊളിമേറ്റ് ദ ലൈറ്റ്. And it has so many applications. So ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇതിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ആസ് എ റിസൾട്ട് ദ ഡെൻസിറ്റി ആൻഡ് പവർ, ദാറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ് എമിഷന്റെ അല്ലെങ്കിൽ ലേസറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഡെൻസിറ്റി ആൻഡ് പവർ ക്യാൻ ബി എൻഹാൻസ്ഡ്, ആൻഡ് വിച്ച് ഇസ് വെരി യൂസ്ഫുൾ ഇൻ മൈക്രോ വെൽഡിംഗ്, ബ്ലഡ്ലെസ് സർജറീസ് ആൻഡ് ഡയമണ്ട് കട്ടിംഗ്. സോ ഈവൻ ഡയമണ്ട് കട്ടിംഗ് പോലുള്ള അപ്ലിക്കേഷൻസിൽ പോലും ലൈറ്റ്, this property of laser can be used. What is the property? We can focus the laser beam. നമുക്ക് ലേസർ ബീമിന് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാൻ പറ്റും. That is an important property. So we discussed 5 important properties of laser. First one was directionality, second one was monochromaticity, third one is coherence, fourth one is high intensity of laser wave, and last one is the focusing and the collimating property of a laser beam. സോ നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 225 ആൻഡ് 226 ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താണ് നന്ദസ്വരൂപ്, എവിടെ പോയതാണ്? നന്ദസ്വരൂപ് കോള് വന്നു, എടുക്കാൻ പോയതാ. കോൾ വരുമ്പം പറഞ്ഞൂടെ ക്ലാസ്സിലാണെന്ന്? അത് പറഞ്ഞ അപ്പൊ തന്നെ നേരത്തേക്കും പോന്ന. സോ ലേസർ നിങ്ങളുടെ വേറെ പേപ്പറുകളിലൊക്കെ പഠിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കുമായിരിക്കും. സോ ലേസർ പഠിക്കുന്നുണ്ടോ? വേറെ ഏതെങ്കിലും ഈ സെമസ്റ്ററിൽ ഏതെങ്കിലും പേപ്പറിൽ ലേസർ പഠിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും, അറിയാൻ വേണ്ടിയിട്ടാണ്. ലേസർ പഠിക്കുന്നുണ്ടോ? സോ ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ.
ഹലോ, വായിക്കുന്നുണ്ടോ? ഞാൻ വായിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. കാരണം ഞാനിങ്ങനെ വെറുതെ കുറേ ക്ലാസ് എടുത്ത് പോയിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളും ഫോളോ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ടൈം തരുന്നത്. പിന്നെ നിങ്ങളെ പ്രാക്ടിക്കൽ കേസിൽ ദാറ്റ് മീൻസ് നിങ്ങളെ ലാബിൻ്റെ ലാബ് മാനുവലൊക്കെ ഇൻവേസിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി കോളേജിൽ വരുമ്പം നിങ്ങളത് 3 എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. സോ അതിൻ്റെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരിക. 3 എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ളൂ. സോ എല്ലാവരും റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരിക. അപ്പം ഇഷ്ടംപോലെ സമയമുണ്ട് ഇനി എക്സാം അടുത്ത ആഴ്ച. എന്താണ് ഷബീബ്, എന്താ പ്രശ്നം? എന്താ നെറ്റ്വർക്ക് പ്രോബ്ലം ആണോ? എന്തോ കട്ടാകുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ വായിച്ചു എന്ന് വിചാരിക്കുന്നു. ആരും ഹാൻഡ് റൈസ് ഒന്നും ചെയ്ത് കാണുന്നില്ല. സോ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. സോ വാട്ട് ഈസ് ദ ബേസിക് കൺസെപ്റ്റ് ബിഹൈൻഡ് ലേസർ? വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ലേസർ? സോ ലേസറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാണെങ്കിൽ നമ്മൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ദാറ്റ് മീൻസ് അബ്സോർപ്ഷൻ. വാട്ട് ഈസ് അബ്സോർപ്ഷൻ? വാട്ട് ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ? ആൻഡ് വാട്ട് ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ? ഒരു ലേസറിന്റെ വർക്കിംഗ് മനസ്സിലാവണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിന്ന് പലതരത്തിലുള്ള ലേസർ അവൈലബിൾ ആണ്. സെമി കണ്ടക്ടർ ലേസർ, ഹീലിയം നിയോൺ ലേസർ, ഇനി ഫസ്റ്റ് ഇൻവെന്റഡ് ലേസർ വാസ് റൂബി ലേസർ. സോ പലതരത്തിലുള്ള ലേസർ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ലേസർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ പക്ഷെ എല്ലാ ലേസറിന്റെ പിന്നിലും ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബേസിക് കൺസെപ്റ്റ് ഉണ്ട്. സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് 3 things. First one is what is absorption. Second one is what is spontaneous emission, and third one is what is stimulated emission. Stimulated emission. So first one, what is absorption? സോ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ അക്കോസ്റ്റിക്സിൽ പഠിച്ച അബ്സോർപ്ഷൻ അല്ല. ഐ ആം ടോക്കിംഗ് അബൌട്ട് ആറ്റോമിക് എനർജി ലെവൽസ്. സോ നിങ്ങൾക്കറിയാം, ബേസിക് ആയിട്ട് ബോർ മോഡൽ എടുക്കുക. ഒരു ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺസ് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഹൗ വി ക്യാൻ സേ ഒരു മോളിക്യൂളിൽ ഒരു ആറ്റംസ് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ദേ ഹാവ് ദെയർ ഓൺ എനർജി ലെവൽസ്. അതിന് അതിൻ്റെതായ എനർജി ലെവൽസ് ഉണ്ടാവും. ശരിയല്ലേ? ഓക്കെ, സോ ഇനീഷ്യലി ഐ എം അസ്യൂമിങ് 2 energy levels. First one is E1, which is a ground state. I am calling E1 ground state. And this is E2, an excited state. First excited state or second excited state. And
An atom is here. An atom is located at ground state. ഒരു ആറ്റം എന്താണ്? ഒരു ആറ്റത്തിന് ഇനീഷ്യലി മിനിമം എനർജിയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം ഏത് പാർട്ടിക്കിളും എനർജി മിനിമം എനർജി പ്രോസസ് ചെയ്യാനാണ് ശ്രമിക്കുക. ദാറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ നാച്ചുറൽ ലോ. സോ അസ്യൂം ദാറ്റ് ആൻ ആറ്റം ഈസ് അറ്റ് മിനിമം എനർജി. പക്ഷെ സോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ആറ്റം എനർജി അബ്സോർബ് ചെയ്തു എന്നതിന്റെ അർത്ഥം ഇലക്ട്രോൺ ആറ്റത്തിനുള്ളിലെ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്തു. സോ ആറ്റോമിക് എക്സൈറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺ ഇൻസൈഡ് ദ ആറ്റം ഈസ് എക്സൈറ്റഡ്. സോ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ എക്സിസ്റ്റ് ഇൻ എനർജി ലെവൽസ്. സോ ആറ്റത്തിന്റെ എനർജി എന്തായിരിക്കും? ഇറ്റ് ക്യാൻ ഓൺലി പ്രോസസ് ദിസ് എനർജി ലെവൽ. സോ ആറ്റം എക്സൈറ്റഡ് ആയി എന്ന് പറയുന്നത് വാട്ട് യു മീൻ ബൈ ദാറ്റ്? ഇലക്ട്രോൺ ഈസ് എക്സൈറ്റിംഗ്. സോ ഇനി മുതൽ ഞാൻ പറയുന്നു an atom is excited to some energy level. That means ആ ഇലക്ട്രോൺ ആറ്റം എന്ത് ചെയ്തു? എനർജി അബ്സോർബ് ചെയ്തു. അല്ലെങ്കിൽ ഇലക്ട്രോൺ അതിന്റെ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്തു. ഓക്കെ, സോറി, കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്തു. അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്തു. സോ ഇനീഷ്യലി, സോ അത് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഇനീഷ്യലി an atom is in ground state with minimum energy. Then what happens if we incident that atom with some radiation of frequency mu? So initially ഒരു ആറ്റം എന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്, എനർജി മിനിമം ആണ്. So what I am doing? So I am incidenting this atom with a photon or radiation with a frequency mu. Mu എന്ന് പറയുന്ന ഫ്രീക്വൻസി ആണ്. According to Einstein's energy concept or Einstein's photoelectric energy, mu ഫ്രീക്വൻസി ഉള്ള ഒരു ഫോട്ടോണിന്റെ എനർജി എത്രയാണ്? h mu. h is the Planck's constant. സോ അതായത് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം എനർജി ഉള്ള ഒരു ആറ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോട്ടോൺ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നു, റേഡിയേഷൻ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ലൈറ്റ് അടിച്ചു കൊടുക്കും. ദാറ്റ് ഈസ് ദ സിമ്പിൾ പ്രോസസ്. വാട്ട് ഹാപ്പൻസ്? ഈ ആറ്റം എനർജി അബ്സോർബ് ചെയ്യും. ആൻഡ് ആറ്റം അബ്സോർബ്സ് എനർജി ആൻഡ് നൗ ഇറ്റ് അബ്സോർബ്സ് എനർജി ആൻഡ് നൗ ഇറ്റ് റീച്ച് ദിസ് സ്റ്റേറ്റ്. And now it will reach an excited state. So ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആറ്റം ആയിരുന്നു. സോ നമ്മളൊരു ഫോട്ടോൺ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ when we are incidenting a radiation, what happens? The energy എന്ത് ചെയ്യും? ഇത് എനർജി അബ്സോർബ് ചെയ്യും. എനർജി it will absorb energy and it will reach an excited state E2. And this process is called absorption. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. എന്താ? എനർജി അബ്സോർബ് ചെയ്തു. That is the meaning. With an atom in ground state or minimum energy state absorbed energy and reach an excited energy level with same energy incident by photon. You reach the energy level E2. What is the difference between this energy level? E2 minus E1. E1 ൽ നിന്ന് E2 എന്ന എനർജി സ്റ്റേറ്റിൽ എത്താൻ ആവശ്യമായ എനർജി എത്രയാണ്? That should be equal to h mu. So if the frequency of photon അല്ലെങ്കിൽ ഈ ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് ഈ എനർജി ലെവൽ അല്ലെങ്കിൽ ഈ എനർജി ലെവൽ ഡിഫറൻസിന് ഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ദിസ് ആറ്റം വിൽ റീച്ച് an excited energy state and that process is called absorption. So what is absorption? എന്ത് ചെയ്യുന്നു? ഒരു മിനിമം എനർജിയിലുള്ള അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു ആറ്റം, if it is incident by an photon, ഒരു ഫോട്ടോൺ വെച്ച് നമ്മൾ ഇൻസിഡന്റ് ചെയ്യുന്നു, then what will happen? ഫോട്ടോൺ വെച്ച് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ അബ്സോർബ് എനർജി. അത് എനർജി അബ്സോർബ് ചെയ്യും, റേഡിയേഷൻ എനർജി അബ്സോർബ് ചെയ്യും. സോ ഇറ്റ് വിൽ ഗെറ്റ് ഹൈ എനർജി, അത് ഹയർ എനർജി ആവും. ആൻഡ് ഇഫ് ദാറ്റ് ഹയർ എനർജി അല്ലെങ്കിൽ ഇത് അബ്സോർബ് ചെയ്യുന്ന എനർജി ഈ എനർജി ലെവലിനേക്കാൾ മുകളിലാണെങ്കിൽ, ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു ദിസ് എനർജി ഡിഫറൻസ്, ദെൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? E2 എന്ന എനർജി ലെവലിൽ it will reach the energy level E2, or it will reach an excited state, and this process is called absorption. So the simple basic process ആണ്, അത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഒരു കൺസെപ്റ്റും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ, ഒരു ഫോട്ടോൺ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാറ്റം അവിടെ നിന്ന് മാറി വേറൊരു പൊസിഷനിൽ പോയി ഇരുന്നു എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ റിയൽ കേസ്. സോ E1 E2 എന്നൊക്കെ പറയുന്ന എനർജി ലെവൽസ് ആണ്. സോ ഇതൊരു സിംഗിൾ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ആറ്റം ആയിരിക്കാം. E1 E2 എന്ന് പറയുന്നത് രണ്ട് എനർജി ലെവൽസ് ആണ്. സോ ഒരു ഫോട്ടോൺ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അതിന്റെ എനർജി കൂടി, അത് വേറൊരു പൊസിഷനിൽ പോയി ഇരുന്നു എന്നർത്ഥമില്ല. ദാറ്റ് ഈസ് നോട്ട് ദ കൺസെപ്റ്റ്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആ ഒരു ഇലിസ്ട്രേഷൻ കൊടുക്കുന്നത്.
എനർജി ലെവലിനെ വേറെ വേറെ പൊസിഷനിൽ വരച്ചിട്ട് എനർജി is incident on a atom or electron in ground state, it will reach an excited energy level. So അർത്ഥം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മീനിങ്, ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എനർജി കൂടി E2 എന്ന എനർജി ആയി, പക്ഷെ എനർജി കണ്ടിന്യൂസ് അല്ല. ഈ എച്ച് മ്യൂ ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ എനർജി ഈ എനർജി ഡിഫറൻസിനേക്കാൾ കുറവാണെങ്കിൽ ഒരിക്കലും ഈ എനർജി ലെവലിൽ എത്തില്ല. അഗെയിൻ ഇറ്റ് വിൽ റീച്ച് ബാക്ക് ടു ദ സെയിം എനർജി ലെവൽ. സോ ഈ ആറ്റത്തിന് അല്ലെങ്കിൽ ഇലക്ട്രോണിന് പൊസസ് ചെയ്യാൻ പറ്റുന്ന ചില എനർജി ലെവൽസേ ഉള്ളൂ. സോ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ, പാർട്ടിക്കിളിന്റെ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിന് എന്താണ്? ഇറ്റ് ക്യാൻ ഓൺലി എക്സിസ്റ്റ് ഇൻ സം ഓഫ് എനർജി ലെവൽ. എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. ഫോർ സച്ച് പാർട്ടിക്കിൾ എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. ഇലക്ട്രോൺ, ഒരു ആറ്റത്തിനുള്ളിലെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ എ അറ്റോമിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ എന്ന് പറയാൻ പറ്റും. സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ അല്ല, അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആണ് ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ. സോ ആ ഒരു കേസിലും ദ എനർജി ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ എനർജി ഓഫ് ആറ്റം ഈസ് ക്വാണ്ടൈസ്ഡ്. ചില എനർജി ലെവൽസ് അതിന് പൊസസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദ മിനിമം എനർജി ലെവൽ ഇൻ ദാറ്റ് തിങ് n is equal to 1, അതാണ് ദിസ് മിനിമം എനർജി ലെവൽ. സോ മിനിമം എനർജി ലെവലുള്ള ഒരു ആറ്റത്തിന് എനർജി ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റീച്ച് ആൻ ഹയർ എനർജി ലെവൽ, സം E2 ഓർ സം E3. അല്ലെങ്കിൽ മുകളിൽ എനർജി ലെവൽ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ റീച്ച് ദിസ് ഈസ് E3 എന്ന എനർജി ലെവൽ ആണെങ്കിൽ ദിസ് എനർജി ലെവൽ ഈസ് E3 ആൻഡ് അവർ photon has a frequency h mu 3. That means E3 minus E1 is equal to h mu 3 ആണെങ്കിൽ ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോണിന് ഇത്രയും എനർജി ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ റീച്ച് ദിസ് എക്സൈറ്റഡ് സ്റ്റേറ്റ് E3 and this process is called absorption. ഈ ഒരു പ്രോസസ്സിനാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. and this is the basic thing. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്ത വാട്ട് ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ, വാട്ട് ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് മനസ്സിലായിരിക്കുള്ളൂ, എന്ന് മനസ്സിലാവുള്ളൂ. സോ പേജ് നമ്പർ 227 induced absorption. So we can call this induced absorption. So that's it. So text follow ചെയ്യാം. So time ഏകദേശം കഴിയാനായി. So attendance പറഞ്ഞു. 1 2 3 4 5 6 7 9